ശ്രീ കെ എം ഷാജഹാൻ, ഈ നമ്മുടെ സി പി എമ്മിൻ്റെ പാർട്ടി സെക്രട്ടറിക്ക് ഇപ്പോഴാണ് നേരം വെളുത്തത്. നല്ല പോലെ തോറ്റു എന്നൊരു പ്രസ്താവനയാണ് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ ഓർക്കുന്നത്, ഞാൻ മുമ്പൊക്കെ ഈ ഷാജഹാന്റെ ചില വാക്കുകളോട് പലപ്പോഴും വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇതെന്തിനാണ് സി പി എമ്മിനെ ഇത്രയും മുൾമുനയിൽ നിർത്തുന്നത്? അങ്ങനെ പാർട്ടിക്ക് എന്താണ് അപജയം ഉണ്ടായത്? ഏത് ഭരണകാലത്തും അതിൻ്റെതായ തരത്തിലുള്ള ക്ഷീണം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ തന്നെ സി പി എമ്മിന് സംഭവിച്ചിട്ടുള്ളല്ലോ എന്നാണ് കരുതിയത്. എല്ലാ തരത്തിലും തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ മുമ്പും തോറ്റിട്ടുണ്ട്, അതിനെയൊക്കെ അതിജീവിച്ച് വന്നിട്ടുമുണ്ട്. പക്ഷേ ഇപ്പോഴെനിക്ക് തോന്നുന്നു ഷാജഹാന്റെ വാക്കുകൾ ശരിയാണോ എന്നെനിക്ക് തോന്നുന്നു. ഇപ്പൊ പത്രങ്ങളുടെ എല്ലാം തന്നെ ഓരോ പേജ് മാറ്റി വെച്ചിരിക്കുകയാണ് സി പി എമ്മിന്റെ അപജയത്തെക്കുറിച്ച്. ഇതങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോൾ ഇത് വളരെ രൂക്ഷമായി മാറുകയാണോ? അല്ല, വിജയനാഥ് പറഞ്ഞതിനകത്ത് വലിയ തെറ്റൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സി പി എമ്മിനെ അതിരൂക്ഷമായി ഞാൻ വിമർശിക്കുമ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ മാത്രമല്ല, എൻ്റെ വളരെ വേണ്ടപ്പെട്ടവരിൽ നിന്ന് പോലും ഇത്ര രൂക്ഷമായി വിമർശനം വേണോ എന്നുള്ള ചോദ്യം നിരന്തരം നേരിട്ടുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. പിണറായി വിജയനെ കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യക്തി ഒരു വിരോധം തീർക്കുന്നത് പോലെ ഒരു പിണറായി വിരുദ്ധതയിൽ മാത്രം ഊന്നി എന്തിനാണ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് എന്നുള്ള ചോദ്യം എവിടെ നിന്നൊക്കെയാണ് ഉയർന്നു വരുന്നത് എന്നുള്ളത് ഞാൻ ഇപ്പം പരസ്യമായി ഞാൻ വിജയനാഥിന്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്, ഞാനത് പറയുന്നില്ല. പക്ഷെ ഒരുപാട് കോണുകളിൽ നിന്ന് അങ്ങനെയുള്ള വാദഗതികൾ ഉയർന്നു വരുന്നുണ്ട്. പല അവസരങ്ങളിലൊക്കെ എനിക്ക് തന്നെ ചോദിച്ചിട്ടുണ്ട്, നീ ഇത്രയും രൂക്ഷമായി ചെയ്യണോ തോന്നിയിട്ടുണ്ട്. അടുത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, എനിക്കറിയില്ല, അറിഞ്ഞോ അറിയാതെയോ, എൻ്റെ ഒരു സമീപനം എന്ന് പറയുന്നത് ഒരല്പം കൂടുതൽ രൂക്ഷത കൂടിയതാണോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് ഇപ്പൊ പിണറായി വിജയനോട് എന്നുള്ളതല്ല, നമ്മൾ വിമർശിക്കുന്നവരെ കുറച്ച് ഷാർപ്പായിട്ട് കൂടുതൽ ഞാൻ വിമർശിക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ പിണറായി വിജയന്റെ കാര്യത്തിൽ ഞാൻ ഉയർത്തിയിരുന്ന വിമർശനങ്ങൾ ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അത് 180% ശരിയായിരുന്നു എന്നാണ് എനിക്ക് ഇപ്പോൾ തോന്നുന്നത്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഞാൻ വ്യക്തിപരമായി പിണറായി വിജയനെ വിമർശിച്ചിട്ടില്ല. അങ്ങനെ വിമർശിക്കാനാണെങ്കിൽ 2017 7 ദിവസം തന്നെ ജയിലിലിട്ട ആളാണ് പിണറായി വിജയൻ. ആ പിണറായി വിജയനെതിരെ ഞാനിതുവരെ ഒരു കേസിന് പോലും പോയിട്ടില്ല. എന്ന് മാത്രമല്ല, ഞാൻ വി എസ് അച്യുതാനന്ദന്റെ കൂടെ വന്നപ്പോൾ ഞാൻ ഏറ്റവും രൂക്ഷമായിട്ട് ഉമ്മൻചാണ്ടിയാണ്. ഞാൻ അതിലേക്ക് കൂടുതൽ പോവുകയല്ല ചെയ്യും. ഞാൻ ഈ തെരഞ്ഞെടുപ്പ് എന്റെ ഫലം വന്ന സമയം മുതൽ തന്നെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് ഉണ്ടായിട്ടുള്ള പരാജയം എന്ന് പറയുന്നത്, അത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഇൻഅഡ്വർട്ടന്റ് ആയിട്ടുള്ള ഒരു പരാജയമാണ്. ഒരു അവിചാരിതമായി, ഒരു ആകസ്മികമായി ഉണ്ടായ ഒരു പരാജയമല്ല. ഇത് വളരെ സുസംഘടിതമായ, വളരെ സുശക്തമായ, ആഴത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു അതിഗുരുതരമായിട്ടുള്ള, വളരെ പറഞ്ഞ പോലെ ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞ പോലെ ഒരു ഗ്രീവിയസ് ഹർട്ട് നമ്മൾ ഈ LLBയിൽ പറയും എന്ന് പറഞ്ഞതുപോലത്തെ വലിയൊരു ആഴത്തിലുള്ളൊരു പരിക്കാണ് എന്നുള്ളത് ഞാൻ വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞു. എനിക്കതില് ഒരു അഭിമാനമുള്ളത്, അത് ശരിയാണെന്ന് തോന്നിക്കുന്ന നിലയിലുള്ള പ്രതികരണങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ വിജയനാഥ് നേരത്തെ സൂചിപ്പിച്ച MV ഗോവിന്ദന്റെ പ്രതികരണം, MV ഗോവിന്ദനെ കുറിച്ചിട്ട് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കൂ. അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി ആയിട്ട് എനിക്ക് 1-2 വർഷം മറ്റേ ആയിട്ടു. ഈ 2 വർഷ കാലം അത്രയും പിണറായി വിജയന്റെ എല്ലാ നയങ്ങളെയും ഒരു വിശ്വസ്ത വിനീത വിധേയനായി നിന്ന് അനുകൂലിച്ചിട്ടുള്ള ഒരാളാണ് MV ഗോവിന്ദൻ. പിണറായി വിജയന്റെ മകളെയും പിണറായി വിജയനെതിരെ വന്ന ആരോപണങ്ങളിലൊക്കെ തന്നെ പിണറായി വിജയന്റെ ഒരു പ്രതിരോധം തീർത്തു നിന്ന ആളാണ് MV ഗോവിന്ദൻ. പക്ഷെ MV ഗോവിന്ദന്റെ ഈ വിജയനാഥ് പറഞ്ഞ പ്രതികരണം എന്താ? നല്ലപോലെ തോറ്റിട്ടും ജയിച്ചു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. 62 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുത്തിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ അതിനെ പിണറായി വിജയൻ പറഞ്ഞതുമായി നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഒന്ന് ജക്സ്റ്റപ്പോസ് ചെയ്യുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ പിണറായി വിജയന്റെ പ്രതികരണം ഒന്ന് എടുത്തു നോക്കൂ. പിണറായി വിജയൻ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന്റെ തൊട്ടു ദിവസം എന്താ ചെയ്തത്? സംസ്ഥാന സർക്കാരിന്റെ പ്രോഗ്രസ് കാർഡ് പുറത്തേക്ക് കൊണ്ടു. അതിലൊരു വലിയ ഒരു ചടങ്ങൊക്കെ വെച്ചു. അതിൽ അദ്ദേഹം പ്രസംഗിച്ചു, മന്ത്രിമാരെ കൊണ്ടു. രണ്ടാമത് അദ്ദേഹം ഡൽഹിയിൽ ചെന്ന് ഇത് പത്രക്കാർ ചോദിച്ചപ്പോഴത്തേക്ക് സ്നബ് ചെയ്തു. നല്ല ചൂടാണ്. ഡൽഹിയിൽ നല്ല ചൂടാണ്, നിങ്ങൾ അറിഞ്ഞില്ല? ഭരണവിരുദ്ധ വികാരം ഉണ്ടായോ എന്നൊക്കെ ചോദിച്ച് അതിനെ പുച്ഛിച്ച്
കളി. അതിനു മുമ്പ് വോട്ട് ചെയ്തിട്ട് ഇറങ്ങിയപ്പോൾ കേരളത്തിലെ ഭരണത്തെ വിലയിരുത്തലാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ക്ഷുഭിതനായി, ഓർക്കുന്നുണ്ടാവും. അതെ, നിയമസഭയിൽ അദ്ദേഹം എടുത്ത നിലപാട് എന്താ നോക്കൂ. നിയമസഭയിൽ അദ്ദേഹം എടുത്ത നിലപാട് UDF LDF 4 ലക്ഷം വോട്ടേ കുറഞ്ഞുള്ളൂ, UDF 6 ലക്ഷം വോട്ട് കുറഞ്ഞു. മോദി വിരുദ്ധതയാണ് ഇവിടെ വലിയ തെരഞ്ഞെടുപ്പ് വിജയം UDF ഉണ്ടാക്കിയത് എന്ന് മാത്രമല്ല, രാജിയുടെ കാര്യം പറഞ്ഞ് ഇങ്ങോട്ടാരും വരണ്ട എന്ന് പറഞ്ഞ് വളരെ അഗ്രസീവിൽ നിൽക്കുന്ന ഒരു പിണറായി വിജയനാണ് കേട്ടോ. അദ്ദേഹം പറഞ്ഞു വടക്കേ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിൽ അങ്ങനെയാണെങ്കിൽ വലിയ തിരിച്ചിട്ടുണ്ടായിട്ടുണ്ട്, അവിടെയൊക്കെ മുഖ്യമന്ത്രി രാജിവെക്കണം നാട്ടിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെയും അദ്ദേഹം ചില തലങ്ങളിൽ തിരുത്തും അത് ഇതെന്നൊക്കെ പറഞ്ഞെങ്കിലും ഒരു ബൈ ആൻഡ് ലാർജ് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ അഗ്രസീവായി ഒരു നിലപാട് എടുത്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ളതായി. മറുഭാഗത്ത് എന്താ സംഭവിച്ചത്? ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഗോവിന്ദന്റെ വിമർശനവും പിണറായി വിജയന്റെ വിമർശനം നമ്മൾ നോക്കൂ. പിണറായി വിജയൻ ഇത് സർക്കാരിന്റെ പരാജയം എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പരാജയം എന്നുള്ള നിലയിൽ കാണുന്നില്ല. പക്ഷെ ഗോവിന്ദൻ എന്താ പറഞ്ഞത്? വലിയ തോതിൽ തോറ്റു അല്ലെ, നന്നായി തോറ്റു. ഇനി ജയിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് യഥാർത്ഥത്തിൽ പിണറായിന്റെ മുഖത്തൊരു അടിയല്ലേ. കാരണം എന്താ? അത് എനിക്ക് തോന്നുന്നത് ഈ CPM എപ്പോഴും ചെയ്യുന്നത് തോൽവി ഉണ്ടായി കഴിഞ്ഞിട്ട് അവരുടെ ഒരു കണക്ക് കൂട്ടലുണ്ട്. അത് ഷാജഹാന് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണല്ലോ. ഇത്ര ശതമാനം വോട്ട് നമ്മൾ നേടി, ഇത്ര ശതമാനം നമുക്ക് ഇന്നടത്ത് പോയിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ ഒന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു രീതി പണ്ട് മുതലേ ഉള്ളതാണ്. ഏതാണ്ട് അതേ ഒരു രീതി തന്നെയാണ് പിണറായി വിജയൻ പറഞ്ഞത്. അതുകൊണ്ടാണ് പിണറായി വിജയൻ പറഞ്ഞത് ഞങ്ങൾക്ക് 4 ലക്ഷം വോട്ടേ കുറഞ്ഞുള്ളൂ, 6 ലക്ഷം വോട്ട് കുറഞ്ഞു. പക്ഷേ ഗോവിന്ദന്റെ പ്രസ്താവന നമ്മളൊന്ന് എടുത്തിട്ട് ഒന്ന് വിശകലനം ചെയ്ത് നോക്കി. അത് യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞത് പിണറായി വിജയൻ മുഖത്തൊരടിയാണ്. നമ്മൾ വലിയൊരു തോൽവി തോറ്റു എന്ന് മാത്രമല്ല 62 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ ഗോവിന്ദൻ എങ്ങോട്ടാണ് കുന്തമുന തിരിക്കുന്നത്? ഭരണവിരുദ്ധ വികാരത്തിലേക്കാണ് ഗോവിന്ദൻ കുന്തമുനത്തിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ ക്ഷേമ പെൻഷൻ മാത്രമല്ല, സപ്ലൈകോയില് സാധാരണക്കാർക്കുള്ള സാധനങ്ങളുടെ വിലവർദ്ധനവ്, അതിന്റെ ലഭ്യത കുറവ്, ഇതും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപ്പൊ ഭരണവിരുദ്ധ വികാരത്തിലേക്ക് അദ്ദേഹം ചൂണ്ടിക്കാട്ടും. ഇനി CPIയുടെ ബിനോയ് വന്നിട്ട് പറഞ്ഞ എന്താ, എല്ലാം തികഞ്ഞവരാണ് നമ്മൾ എന്ന് കരുതരുത്. പക്ഷെ അതിനത്ര തീവ്രത പോരാ. അതെ, എന്നിരുന്നാൽ പോലും അതും ഏതാണ്ട് അതിന്റെ കുന്തമുന ഒരു ഭരണ പരാജയത്തിലേക്കാണ്. അതുപോലെ തന്നെ പി ജയരാജന്റെ പ്രസ്താവനയിൽ ജയരാജൻ ആദ്യം എതിരാളികളെയൊക്കെ കുറെ വിമർശിക്കുന്നുണ്ടെങ്കിൽ പോലും സ്വയം വിമർശനപരമാകണം എന്നുള്ള നിലയിൽ ജയരാജൻ പറയുന്നു. സുധാകരനും ഏതാണ്ട് പരോക്ഷമായി ഭരണത്തിന്റെ വൈകല്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് കണ്ണൂർ ജില്ലയിൽ CPM-നെ ന്യായീകരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഏതാണ്ട് ഒരു 7-8 ലക്ഷം പേരുള്ള ഒരു ഫേസ്ബുക്ക് ഹാൻഡിലാണ് പോരാളി ഷാജി. ഈ പോരാളി ഷാജിയാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ 2-2.5 വർഷക്കാലമായി CPM-ന്റെ എല്ലാ തെറ്റായ നടപടികളെയും പരസ്യമായി വന്ന് ന്യായീകരിച്ചുകൊണ്ടിരുന്ന ഒരു ഫേസ്ബുക്ക് ഹാൻഡിലാണ് പോരാളി ഷാജി. ആ പോരാളി ഷാജി പറഞ്ഞത് അതിഭീകരമായി വിമർശിച്ചപ്പോ ജയരാജൻ അതിനെതിരെ രംഗത്ത് വന്നു. സാധാരണഗതിയിൽ ഇതുപോലെ പോരാളി ഷാജി വിമർശിക്കുമ്പോൾ അതിനെതിരെ ജയരാജൻ വന്ന് പോരാളി ഷാജിയെ തള്ളി പറയുമ്പോൾ സാധാരണഗതിയിലുള്ള പാർട്ടി നടപടിക്രമങ്ങൾ വെച്ച് കാലിന്റെ ഇടയിൽ വാലും ചുരുട്ടി ഓടേണ്ട ആളാണ് പോരാളി ഷാജി. പക്ഷെ പോരാളി ഷാജി എന്താ ചെയ്തു? തിരിച്ചും മറുപടി പറഞ്ഞു എന്നല്ല, തിരിച്ച് ജയരാജന് വയറ് നിറച്ചു കൊടുക്കുകയാണ് ചെയ്തത്. പോരാളി ഷാജി ഇറങ്ങി വരൂ എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനകത്ത് ഈ പറഞ്ഞ പോലെ വയറ് നിറച്ചാണ് കൊടുത്തത്. അത് യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് ഈ CPM-ന്റെ കണ്ണൂരിലെ ചരിത്രം നമ്മൾ എടുത്തു നോക്കിയാൽ ഇത്ര ഭീകരമായിട്ടുള്ള ഒരു പ്രത്യാക്രമണം CPM-ന്റെ തന്നെ ഒരു ഫേസ്ബുക്ക് ഹാൻഡിലിൽ നിന്ന് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയ്ക്ക് സമഗ്രമായിട്ടാണ്. അപ്പൊ ഞാനൊക്കെ പോലും വിമർശിക്കുന്നതിനേക്കാൾ സമഗ്രമായിട്ടാണ് പോരാളി ഷാജി മറുപടി കൊടുത്തിരിക്കുന്നത്. ഇത് പോരാളി ഷാജിയുടെ കയ്യിൽ നിന്ന് ഷാജഹാനും കിട്ടിയിട്ടുണ്ട് വിമർശനം, അല്ലെ? സംശയത്തില്ല, അതിരൂക്ഷമായി. അതായത് CPM-നെ ഏറ്റവും കൂടുതൽ താങ്ങി നിന്ന ഒരു സെറ്റാണ് ഈ പോരാളി ഷാജി. ആ പോരാളി ഷാജിയുടേത് രാവിലെ എനിക്ക് എന്റെ സുഹൃത്ത് അയച്ചു തന്നിരുന്നു.
ഇപ്പൊ നോക്കിയിട്ട് കാണുന്നില്ല. അത്രയ്ക്ക് അതിഭീകരമായിട്ടുള്ള പിന്നെ വിമർശനം. അങ്ങാടിയിൽ തോറ്റതിന് അത്തരം വിമർശനം യഥാർത്ഥത്തിൽ കണ്ണൂർ ജില്ലയിൽ ഒരർത്ഥത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം പാർട്ടിയെ വിമർശിക്കുന്നവരെ നിലയ്ക്ക് നിർത്താൻ CPM ഇറങ്ങിക്കഴിഞ്ഞാൽ അവര് പണി അവിടെ വെച്ച് നിർത്തിയിട്ട് പോകുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. കൈയും കാലും പെട്ടു. ഇപ്പൊ ഇതിനു മുമ്പ് പിന്നെ നമുക്കറിയാം ഇയാള് എന്താണ് അയാളുടെ പേര്, P. ജയരാജൻ. അയാളുടെ ആശീർവാദത്തോടുകൂടി ഉള്ള സാധനമാണ് ഇപ്പോൾ ഒരാൾ ഷാജിയോ. അയാളുടെ PJ ആർമി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. അതെ, ആ PJ ആർമി എന്ന് പറഞ്ഞ സാധനത്തിനെതിരെ CPM ഒക്കെ തോന്നും. അപ്പോഴേ അത് പിരിച്ചു വിട്ടു. P. ജയരാജനെ തന്നെ പലപ്പോഴും ഈ പറഞ്ഞതുപോലെ പിന്നെ വിമർശിച്ച് CPM വന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം P. ജയരാജൻ തിരിച്ചു അവിടെ വ്യക്തിപൂജ നടത്തിയപ്പോഴും അദ്ദേഹത്തിന് സ്തുതിച്ചുകൊണ്ട് ഗാനങ്ങൾ വന്നപ്പോഴും എല്ലാം ചെയ്തപ്പോഴും ഈ പറഞ്ഞ പോലെ അയാൾ തിരിച്ചു പോയിട്ട്. പക്ഷേ അതിൽ നിന്നും വിരുദ്ധമായി ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇപ്പം സമഗ്രമായിട്ടുള്ള മറുപടിയുമായി പുറത്തു വന്നിരിക്കുന്നു. അതിന്റെ അവസാനം ഒരു പോസ്റ്റർ പിന്നെ ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റർ എന്താണ്? ജയരാജനോട് പറയാണ് പോരാളി ഷാജി, CPM-ന്റെ തന്നെ ആളുകളുടെ പാർട്ടി മെമ്പർമാരുടെ ആളുകൾ പറയണം, അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്തെ കല്ല കയറേണ്ടത്. വളരെ ഈ പറഞ്ഞ പെർട്ടിനന്റ് ആണ്. ഞങ്ങൾ ആരുടെയും പൈസ വാങ്ങിയിട്ടില്ല, വാങ്ങുകയുമില്ല. കാരണം പോരാളി ഷാജിയൊക്കെ വിലക്കെടുത്തു എന്ന് പറഞ്ഞു. പൈസ വാങ്ങി കുനിഞ്ഞു നിൽക്കുന്ന ഞങ്ങൾക്ക് ബിനാമി ബിസിനസ്സും ഇല്ല. അപ്പം ചങ്കിനിട്ട് കുത്തുകയാണ്, പിണറായിയുടെ മകൾക്കിട്ട് കുത്തുകയാണ്. ജനാധിപത്യത്തിൽ വലുത് ജനങ്ങളാണെന്ന് നേതാക്കൾ ഇനിയെങ്കിലും തിരിച്ചറിയണം. നേതാക്കൾ ദന്തഗോപുരങ്ങളിൽ നിന്ന് താഴെ ഇറങ്ങി ജനങ്ങൾക്കൊപ്പം നിൽക്കണം. അവസാനം എന്താ പറഞ്ഞത്? അതിന് പറ്റില്ലെങ്കിൽ ചെങ്കുടി താഴെ വെച്ച് വല്ല പണിയും എടുത്ത് ജീവിക്കുന്നതാണ് നല്ലത്. യഥാർത്ഥത്തിൽ KM ഷാജാൻ ഞാൻ പറയുന്നത് പോലും ഇത്ര രൂക്ഷമാണോ എന്നുള്ള ഒരു സംശയമാണ് എനിക്ക്. പക്ഷെ എന്നാലും ഷാജഹാൻ, ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളൊക്കെ ഇത്രയും വിമർശിക്കുന്നു CPM-നെ, ഇതിനേക്കാൾ വലിയ തോൽവി CPM-ന് ഉണ്ടായിട്ടില്ല? ഇല്ല, ഇതിനകത്ത് ഇത് ഒരു സംശയവും വേണ്ട. ഇതുപോലൊരു തോൽവി എന്റെ ഓർമ്മയിൽ CPM-ന് ഉണ്ടായിട്ടില്ല. ഇപ്പൊ 2019 CPM-ന് ഒരു സീറ്റ് കിട്ടി. ഇപ്പൊ ഉദാഹരണത്തിന് അന്ന് മലപ്പുറത്ത് അന്ന് മലപ്പുറത്ത് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നു, കുഞ്ഞാലിക്കുട്ടി. ആ മലപ്പുറത്ത് ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോ പോലും 1,94,000 വോട്ടാണ് കിട്ടിയത്. എനിക്കൊന്ന് ഇപ്പൊ എന്താണ്, ഇപ്പൊ 3 ലക്ഷം വോട്ടാണ് മലപ്പുറത്ത്. മനസ്സിലായി? ഇദ്ദേഹത്തിനാണ്, മുഹമ്മദ് ബഷീറാണ്. പൊന്നാനിയിലും 50,000 വോട്ട് കൂടുതലാണ്. ഏറ്റവും പ്രസക്തമായ കാര്യം എന്താ? കാശിനുള്ളാത്ത സ്ഥാനാർത്ഥികൾക്ക് പോലും വലിയ ഭൂരിപക്ഷമാണ്. കെ സുധാകരൻ നമുക്കറിയാലോ, കൂടുതൽ പറയേണ്ട കാര്യം. കൊടിക്കുന്നിൽ സുരേഷിന് 10,000-ൽ. കൊടിക്കുന്നിൽ സുരേഷിനെ പോലെ എനിക്കറിയില്ല, ഞാനൊന്നും പറയുന്നില്ല. കാരണം ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ പറയുന്നില്ല. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടായി കാണില്ല ഒരാൾ 10ാം തവണ മത്സരിക്കുന്നത്. 7 തവണ അയാൾ ജയിച്ചു, 8ാം തവണ അയാൾ മത്സരിച്ചത്. മുമ്പ് അടൂരിരുന്നായിരുന്നു, അന്ന് അടൂരായിരുന്നു. അല്ല, ഞാൻ പറഞ്ഞത് എപ്പോഴായാലും ഇത്രയും തവണ മത്സരിച്ച ഒരാൾ കോൺഗ്രസിലോ CPM-ലോ ഉണ്ടായിട്ടില്ല. ഇപ്പം MK പ്രേമചന്ദ്രൻ ഒരു തവണ മത്സരിച്ചു. പക്ഷെ MK പ്രേമചന്ദ്രൻ ഇയാളുടെ കാത്തായം ചെയ്യും എന്ന് മാത്രം. ഇയാൾ എന്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടു? മോദിക്കെതിരെ ഇയാൾ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഇടതുപക്ഷത്തിനെതിരെ, പിണറായിതിനെതിരെ ഇയാൾ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? അത്രയ്ക്ക് കാര്യക്ഷമതയില്ലാത്ത, കാശിനുള്ളില്ലാന്നൊക്കെ ഞാൻ പറഞ്ഞു മടുത്തു. അത്രയ്ക്ക് കാര്യക്ഷമതയില്ലാത്ത ഒരാൾ ആർക്കാ തോറ്റത്? ഇടതുപക്ഷത്തിന്റെ ഏറ്റവും നല്ല സ്ഥാനാർത്ഥി എടുത്തു. അതാ ഭരണവിരുദ്ധ വികാരം അവിടെ ഉണ്ടായി. അത് പറഞ്ഞു വന്ന മനസ്സിലായി. അതുപോലെ തന്നെ എറണാകുളം നമ്മൾ എടുക്കൂ. എറണാകുളത്തെ ഹൈബീഡൻ എന്ന് പറഞ്ഞ ചെറുക്കനെ എനിക്കറിയില്ല ഏത് സമരമുഖത്ത് അയാൾ ഞാൻ കണ്ടിട്ടില്ല. ചോക്ലേറ്റ് ബോയ് അടിയമായി കെട്ടിടം ഉദ്ഘാടനം ചെയ്യുക, മറ്റേ എന്തോ ബ്യൂട്ടി പാർലർ ഉദ്ഘാടനം ചെയ്തു, പോലുള്ള സാധനങ്ങൾ ചെയ്തു തുടങ്ങുന്ന ചെറുക്കന് 2,50,000 അവിടെ പിന്നെ നമുക്കറിയാമല്ലോ, ഒരു ക്രൈസ്തവ മുഖം അവിടെ എറണാകുളത്തിനുണ്ട്. ഒരിക്കൽ അവിടെ ഇടതുപക്ഷത്തിന്റെ ഒരു വിജയം ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറയുന്നത് എറണാകുളം എന്ന് പറയുന്നത് യഥാർത്ഥ ഒരു UDF മണ്ഡലമാണ്. അവിടെ വല്ലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ ഇൻഡിപെൻഡന്റ് ആയിട്ട് വല്ലപ്പോഴും ഈ പറഞ്ഞ പോലെ സെബാസ്റ്റ്യൻ പോളോ അതുപോലെ 1-2 പേരൊക്കെ അവിടെ ഇവിടെ ചില്ലറ ജയിച്ചിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. UDF മണ്ഡലമാണ്. ഈ UDF മണ്ഡലത്തിൽ ഈ 2,50,000 വോട്ടിന്റെ ഭൂരിപക്ഷം അതിന് ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. മനസ്സിലായില്ലേ? 2021 പോലും 20,000 വോട്ടിന്റെ ഭൂരിപക്ഷം UDF ഉണ്ടായിരുന്ന മണ്ഡല ഏത്? 2021 പോലും 4 MLA-മാരുണ്ടാവും അവിടെ. 2,50,000 വോട്ടിന്റെ ഭൂരിപക്ഷം. കെ സുധാകരൻ 1,00,000-ൽ കൂടുതൽ വോട്ടിന്റെ ഭൂരിപക്ഷം. MK രാഘവൻ 1,40,000 വോട്ടിന്റെ ഭൂരിപക്ഷം. മനസ്സിലായി? അപ്പൊ ഈ നിലയിൽ ഡീൻ കുര്യാക്കോസിന് ഈ നിലയിൽ
ഇത്ര സമഗ്രമായിട്ടുള്ള ആഴത്തിലുള്ള ഒരു വിജയം UDF ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇത് ഏറ്റവും കൂടുതൽ പ്രതിഫലിച്ചിരിക്കുന്നത് പിന്നെ കണ്ണൂരിലാണ്. അത് ഞാൻ അവിടെ കണ്ണൂരിലെ ചില കണക്കുകൾ പറയാം. അപ്പൊ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ 7 മണ്ഡലങ്ങളുണ്ട്. അതിൽ 7 മണ്ഡലങ്ങളിൽ പാർട്ടി കോട്ടകൾ എന്ന് പറയുന്നത് ധർമ്മടവും മട്ടന്നൂരും തളിപ്പറമ്പും. പിന്നെ ഇരിക്കൂര്, കൂത്തുപറമ്പ്, ഇരിക്കൂര്, പേരാവൂര്, അഴീക്കോട്, കണ്ണൂര് ഒക്കെയാണ് കിടക്കുന്നത്. പക്ഷെ അവിടുത്തെ ഏറ്റവും കോർ പാർട്ടി ഗ്രാമം എന്നുള്ള നിലയിൽ നമുക്ക് വിളിക്കാവുന്നത് ധർമ്മടവും മട്ടന്നൂരും. അവിടെ CPM അടിയറവുണ്ട്. അല്ല, ഞാനതിലേക്ക് വരും. അതേസമയം കാസർഗോഡ് 2 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്, പയ്യന്നൂരും കല്യാശ്ശേരി. യഥാർത്ഥത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ ചുവപ്പ് കോട്ടകളായിട്ടുള്ള 4 നിയമസഭാ മണ്ഡലങ്ങൾ നമ്മൾ പറയുകയാണെങ്കിൽ ധർമ്മടം, മട്ടന്നൂര്, പയ്യന്നൂര്, കല്യാശ്ശേരി, 5 തളിപ്പറമ്പ്. ഈ 5 സ്ഥലങ്ങളിലും കണക്കുകൾ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഈ പോരാളി ഷാജിയൊക്കെ ഇത്രയും കൂടുതൽ അർമാദിക്കുന്നത് എന്തുകൊണ്ടാണ്. കാരണം 2021 അപേക്ഷിച്ച് 2024 കണ്ണൂർ ജില്ലയിലെ 7 മണ്ഡലങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ വോട്ട് കുറഞ്ഞിട്ടുള്ള മണ്ഡലം ധർമ്മടവും മട്ടന്നൂരുമാണ്. ആലോചിച്ച് നോക്കണം. അതായത് ധർമ്മടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി ജയിച്ച മണ്ഡലം. അവിടെ 2021 അപേക്ഷിച്ച് 14% വോട്ടാണ് കുറഞ്ഞത്. 23,000-ഓളം വോട്ടാണ് ധർമ്മടത്ത് 2021 അപേക്ഷിച്ച് കുറഞ്ഞത്. ഏത് പിണറായിയുടെ മണ്ഡലം. മട്ടന്നൂർ എന്ന് പറഞ്ഞ മണ്ഡലത്തിൽ 60,000 വോട്ടിന് ആര് ജയിച്ച മണ്ഡലമാണ്? ശൈലജ ജയിച്ച മണ്ഡലം. അവിടെ 14% വോട്ടാണ് കുറഞ്ഞത്. മട്ടന്നൂരിൽ വലിയ ഭൂരിപക്ഷമായിരുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം. 60,000 വോട്ടിന് ഭൂരിപക്ഷമായിരുന്നു ശൈലജ. അതാണല്ലോ പിന്നീട് പിണറായി അതിന്റെ കളിപ്പ് തീർക്കുകയൊക്കെ ചെയ്തത്. അപ്പൊ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള പാർട്ടി ഗ്രാമം എന്ന് വിശേഷിപ്പിക്കാവുന്ന ധർമ്മടത്തും മട്ടന്നൂരിലുമാണ് 14%-ലധികം വോട്ട് കുറഞ്ഞത്. ഈ തളിപ്പറമ്പിൽ അത്രയും കുറഞ്ഞത്. തളിപ്പറമ്പിൽ 9% കുറഞ്ഞത്. ഇനി നിങ്ങൾ പിന്നെ പയ്യന്നൂരും കല്യാശ്ശേരി എടുത്തു കഴിഞ്ഞാൽ അവിടെയും കുത്തനെ വോട്ട് കുറഞ്ഞിരിക്കുകയാണ്. 19 താരതമ്യം ചെയ്യാൻ 24 അപ്പോ കണ്ണൂർ ജില്ലയിലെ പാർട്ടിക്കകത്തു നിന്ന് വരുന്ന വിമർശനത്തെ നമ്മൾ വിലയിരുത്തേണ്ടത് കണ്ണൂർ ജില്ലയിലെ പാർട്ടി ഗ്രാമങ്ങളിൽ ഉണ്ടായിട്ടുള്ള അതിഭീകരമായിട്ടുള്ള പരാജയത്തിന്. ഇപ്പൊ 2-3 കണക്കുകളുണ്ടോ? ഇപ്പൊ കരുവല്ലൂർ സമരം നടന്ന കുണിയൻ പ്രദേശം എന്ന സ്ഥലമുണ്ട്. അവിടെ NDAക്ക് 172 വോട്ട് കൂടി. കരുവല്ലൂർ പഞ്ചായത്തിലെ പാർട്ടി കോട്ടകളായ പെരളം, കുണിയൻ, കൂക്കാനം, കൊഴുമ്മൽ എന്നിവിടങ്ങളിലെല്ലാം UDF വോട്ട് കൂടി. കരുവല്ലൂർ പഞ്ചായത്തിൽ 2019 10,000 വോട്ട് ഉണ്ടായിരുന്നത് ഇപ്പം ഈ UDF 1,500, അവിടെ 1,500 വോട്ട് CPM കുറഞ്ഞു. UDF 304 വോട്ട് കൂടി. ആന്തൂർ പഞ്ചായത്ത് നമുക്ക് അവിടെ CPM അല്ലാതെ മഷിയിട്ട് നോക്കാൻ കാണില്ല. അവിടെ 800 ചില്ലറ വോട്ട് കുറഞ്ഞു. എന്ന് മാത്രമല്ല, അവിടെ CPM-കാരനെ അല്ലാതെ വേറെ ആരെയും മഷിയിട്ട് നോക്കാൻ കിട്ടാത്ത ആന്തൂർ പഞ്ചായത്തിൽ BJPക്ക് NDAക്ക് 1,214 വോട്ട് കൂടി. BJPക്ക് മനസ്സിലായോ? അവിടെ CPM അല്ലാതെ ഒന്നുമില്ല. അവിടെ പല മണ്ഡലങ്ങളിലും UDF-നും BJPക്കും ബൂത്ത് ഏജന്റന്മാര് പോലും ഇല്ലാത്തടത്ത് പോലും BJPക്കും UDF-നും വോട്ട് വീണു. അപ്പൊ ഇതിൽ നിന്ന് കാണിക്കുന്നത്, ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പം ഒന്ന് നോക്കി. അതായത് 2019 വലിയ തോതിലുള്ള തിരിച്ചടി LDF നേരിട്ടല്ലോ. അന്ന് പോലും കല്യാശ്ശേരിയിൽ 2016 അപേക്ഷിച്ച് പിന്നെ കല്യാശ്ശേരിയിലെ പയ്യന്നൂർ 600 വോട്ട് കൂടുതലായിരുന്നു. ഏത് ഇത്രയും വലിയ തിരിച്ചടി 2019. അപ്പൊ അവിടെയൊക്കെ അതിഭീകരമായിട്ടുള്ള പരാജയം LDF ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. ഇതിന്റെ പശ്ചാത്തലത്തിൽ വേണം അതിശക്തമായി അടിത്തട്ടിൽ നിന്ന് ഉയർന്നു വരുന്ന ഈ എതിർപ്പിനെ നമ്മൾ വിശകലനം ചെയ്യാൻ എന്നായിരിക്കും. പക്ഷേ ഷാജഹാന് തോന്നുന്നുണ്ടോ പാർട്ടി ഇനി അതിജീവിക്കില്ല എന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു CPM ഇതിനെയൊക്കെ അതിജീവിച്ച് കയറി വരും എന്നെനിക്ക് തോന്നുന്നു. അതിനകത്ത് നമ്മള് അതൊരു അതിമോഹമാണ് എന്ന് ഞാൻ പറയാൻ കാരണം, അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്രയും സമഗ്രമായൊരു പരാജയം ഇതിന് ഇതുവരെ ഏറ്റിട്ടില്ല. പിണറായിയെ മാറ്റി നിർത്തിയാൽ അല്ല, ഞാൻ അതിലേക്കാണ്. ഒന്ന്, ഇത്രയും സമഗ്രമായിട്ടുള്ളൊരു പരാജയം. 2, ആ പരാജയത്തിന്റെ കുന്തമുന എന്ന് പറയുന്നത് പിണറായി വിജയൻ മാത്രം. കുടുംബം അല്ല, ഞാൻ പറഞ്ഞത് അപ്പം പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു അധികാര കേന്ദ്രത്തിന്റെ തെറ്റായ നയ സമീപനങ്ങൾ മൂലമാണ് ഇത്രയും വലിയൊരു തിരിച്ചടി ഇതിനുണ്ടായത്.
എൻ്റെ ഒരു 80-85% കാരണമായിട്ടാണ്. പക്ഷേ ഇത് അതിജീവിക്കാനുള്ള സാധ്യത കുറവാണെന്ന് പറയാൻ കാരണം എന്താ? പിണറായി വിജയൻ ഈ പാർട്ടിയുടെ ജീർണതയ്ക്ക് എത്രത്തോളം പങ്ക് വഹിച്ചിട്ടുണ്ടോ അത്രയും തന്നെ പങ്ക് അയാൾ വേറൊരു തരത്തിൽ വഹിച്ചിട്ടുണ്ട്. എങ്ങനെയാണെന്ന് അറിയോ? ഈ പാർട്ടിയെ ജീർണിപ്പിക്കുന്നതിലും അയാൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. കാരണം ഈ പാർട്ടിയുടെ സംഘടനാ സംവിധാനം ഉണ്ടല്ലോ, ആ സംഘടനാ സംവിധാനത്തെയും അയാൾ വലിയ തോതിൽ സ്വാധീനിക്കുകയും അതിനെ ജീർണിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇന്നലെ നിൽക്കില്ല എന്ന് ഞാൻ പറഞ്ഞു. ഉദാഹരണത്തിന് അത് 2007 മുതൽ 2011 വരെ ലാവ്ലിൻ കേസിൽ പ്രതിയാണ്, 8ാം പ്രതി. അന്ന് അയാൾ പാർട്ടി സെക്രട്ടറി ആയിരുന്നു. അതുവരെ CPM-ന്റെ ഒരു സംസ്ഥാന ഭാരവാഹിയും ഇതുപോലെ കേസിൽ, അഴിമതി കേസിൽ പ്രതിയായിട്ടില്ല. ആ സമയം മുതൽ തന്നെ അയാൾ ആ സ്ഥാനത്ത് നിലനിൽക്കാൻ വേണ്ടി ഈ പാർട്ടി സംഘടനയെ കറപ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായി? കാരണം അയാൾക്കെതിരെ എതിർപ്പ് ഉയർന്നവരായിരിക്കണം, എന്നാലേ പാർട്ടിക്കാരൻ അഴിമതി കേസിൽ പ്രതിയായിട്ടാക്കുന്നത്. അങ്ങനെ അയാൾ എന്ത് ചെയ്തു? അയാൾ മോൾത്തട്ട് മുതൽ ഏറ്റവും താഴെത്തട്ട് വരെ നിങ്ങൾ എന്ത് അഴിമതി വേണമെങ്കിലും കാണിച്ചോളൂ, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, എന്ത് ഭരണവിരുദ്ധ പ്രവർത്തനം നടത്തി നിങ്ങൾ അഴിമതി നടത്തിക്കോളൂ, നിങ്ങൾ റിയൽ എസ്റ്റേറ്റ് പണി നടത്തിക്കോളൂ, നിങ്ങൾ വേണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കയറി ആളെ പിടിച്ചുകൊണ്ട് പോയിക്കോളൂ, നിങ്ങൾ വേണമെങ്കിൽ സ്ത്രീപീഡനം നടത്തിക്കോളൂ, നിങ്ങൾ ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തനം എന്ത് വേണമെങ്കിലും നിങ്ങൾ ചെയ്തോളാൻ പറഞ്ഞ് ഇയാൾ എന്ത് ചെയ്തു? ഇയാൾ ആ സമയം മുതൽ തന്നെ ഇതിനെ അങ്ങോട്ട് കയറൂരി അങ്ങോട്ട് വിട്ടു. ആ കയറൂരി വിട്ട് അത് അതിന്റെ പരകോടിയിലെത്തി. എപ്പോഴാണ്? 2ാം തവണ അധികാരത്തിൽ വന്നതോടുകൂടി. 2ാം തവണ അധികാരത്തിൽ വന്നതോടുകൂടി എന്താ സംഭവിച്ചത്? ഈ പാർട്ടിയിൽ നിങ്ങൾ അംഗമാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെറ്റത്തരം, വേറെ വാക്ക് ഉപയോഗിച്ചു കഴിഞ്ഞാൽ സംസ്കാര സമ്പന്നം അല്ലാതായി പോകുന്നതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നില്ല, പക്ഷെ എന്ത് ചെറ്റത്തരവും എന്ത് വൃത്തികേടും നിങ്ങൾ കാണിച്ചോളാൻ പറഞ്ഞു. മനസ്സിലായി? അപ്പൊ താഴെ പാർട്ടി എണീക്കൾക്ക് കൊടുത്തിട്ടുള്ള ഭയങ്കര മെസ്സേജായി താഴോട്ട്. പിണറായി വിജയൻ ഇരിക്കുകയാണ്, പിന്നെന്താണ് നമ്മൾ നോക്കേണ്ടത്? പിന്നെ പിണറായി വിജയൻ എല്ലാ അഴിമതികളുടെ മൂർത്തിമത്വമായി കഴിഞ്ഞുകൂടി താഴത്തെ പാർട്ടി ആളുകൾക്ക് കിട്ടിയൊരു മെസ്സേജ് ഏതാണ്? പിണറായി വിജയൻ മുകളിലുള്ളപ്പോൾ നമുക്കിത് ഉദാഹരണത്തിന് VS അച്യുതാനന്ദനായിരുന്നെങ്കിൽ ഇതുപോലെ നടക്കും ഇവിടെ. അപ്പൊ പാർട്ടിയെ ആര് നയിക്കുന്നു എന്നുള്ളതും അയാളുടെ ഒരു മൂല്യാധിഷ്ഠിത സമീപനവും അയാളുടെ ഒരു എത്തിക്സും ഒക്കെ പാർട്ടിയെ വളർത്തുന്നതിൽ വലിയ പങ്കാണ്. അല്ലെ, നമ്മളെ പിണറായിയുടെ ഒരു ചരിത്രം നോക്കുമ്പോഴേ പതിയിരുന്നാണല്ലോ പാർട്ടിയിൽ ഇങ്ങനെ ഓരോ ഘടകങ്ങളും കീഴ്പ്പെടുത്തി കൊണ്ടുവരികയും പാർട്ടി സെക്രട്ടറി സ്ഥാനത്തിരുന്നുകൊണ്ട് തന്നെ എല്ലാം കൊണ്ടുവന്നത്. അങ്ങനെ പാർട്ടിയെ മുഴുവൻ കൈപ്പിടിയിൽ ഒതുക്കുകയാണല്ലോ ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ള പിണറായിയെ മാറ്റി നിർത്തിയാൽ ഈ പാർട്ടി രക്ഷപ്പെടുമോ? ഇതിനകത്തുള്ള പ്രശ്നം എന്താ? ഇതിനകത്തുള്ള പ്രശ്നം ഈ പാർട്ടി രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ ഉദാഹരണത്തിന് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി, അതിൽ 85 പേരുണ്ട്. ഈ 85 പേരും ഇതിനെതിരെ ഒന്നും പറയില്ല. കാരണം എന്താണ്? ആ 85 പേരിൽ 99% പേരെയും പിണറായി വിജയൻ ഇതുപോലെ കറപ്റ്റും ആനുകൂല്യങ്ങൾ നൽകി ഇപ്പം ആ ഭരണകൂടെ ഉള്ളത് കൊണ്ട്. കാരണം ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അറിയാം. അതായത് ഇപ്പൊ VS അച്യുതാനന്ദൻ എങ്ങനെയാണ് ഒറ്റപ്പെട്ടു പോയത്? VS അച്യുതാനന്ദൻ ഒറ്റപ്പെട്ടു പോയത് VS അച്യുതാനന്ദന്റെ പാർട്ടി നയവും പ്രത്യയശാസ്ത്രവും മാത്രമാണ് VS അച്യുതാനന്ദന്റെ കഷത്തിൽ ഇരിക്കുന്നത്. പക്ഷെ പിണറായി വിജയന്റെ കഷത്തിൽ ഇരിക്കുന്ന അതല്ല. പണമെങ്കിൽ പണം, മദ്യമെങ്കിൽ മദ്യം, സ്ത്രീയെങ്കിൽ സ്ത്രീ, അഴിമതിയെങ്കിൽ അഴിമതി, കയ്യേറ്റമെങ്കിൽ കയ്യേറ്റം. മനസ്സിലായി? എല്ലാമായിട്ട് എല്ലാ സ്ഥാപിത താല്പര്യങ്ങളും ഒരു വശത്ത് നിൽക്കുകയും ഇപ്പുറത്ത് പാർട്ടിയും പ്രത്യയശാസ്ത്രവും. ഇത് മാത്രം നിൽക്കുമ്പോഴത്തേക്കും ഈ പിടിച്ചു നിൽക്കണമെങ്കിൽ വലിയ ആർജവും വലിയൊരു പെർസിവിയറൻസ് ഉണ്ട്. ഇംഗ്ലീഷിൽ നിരന്തരമായി നിന്ന് സമരം ചെയ്യും. അച്യുതാനന്ദൻ 20 വർഷം സമരം ചെയ്തിട്ടാണ് ഇയാളെ ബാലകൃഷ്ണപിള്ള ജയിലിലാക്കി. അതുപോലെ ഈ പെർസിവിയറൻസും ഈ ഉന്നതമായിട്ടുള്ള ഒരു സ്വഭാവ ഗുണവും വൈശിഷ്ട്യവും ഒന്നും ഉള്ളവരല്ല ഈ പാർട്ടിക്കകത്തുള്ളത്. ഇപ്പൊ നിങ്ങളിപ്പോ പാർട്ടിയിൽ ഇപ്പം ഉള്ള സംസ്ഥാന കമ്മിറ്റിയിൽ 85 പേരുണ്ടല്ലോ, അല്ലെ 90 പേരുണ്ട്. ഇത് നോക്കൂ. ആ 95 പേരിൽ VS അച്യുതാനന്ദൻ ശക്തനായി നിന്ന സമയത്ത് ഒരു 10-15 പേരെ നമുക്ക് അതിനകത്ത് എടുത്ത് കാണിക്കാൻ പറ്റുമായിരുന്നു ഫൈറ്റേഴ്സ് ആയിട്ട്. ഇന്നിപ്പം ആരുണ്ട് ഫൈറ്റ് ചെയ്യുന്നവർ? ഇന്ന് മേഴ്സിക്കുട്ടിയമ്മ ഉണ്ടായിരുന്നു, അവര് പോയി. S ശർമ്മ ഉണ്ടായിരുന്നു, അവര് പോയി. M ചന്ദ്രൻ ഉണ്ടായിരുന്നു, M ചന്ദ്രൻ മരിച്ചുപോയി. K ചന്ദ്രപിള്ള രോഗബാധിതനായി പോയി. ബാക്കിയുള്ള 90% VS അച്യുതാനന്ദന്റെ കൂടെ ഒന്നും അപ്പുറത്തേക്ക് കയറി. കാരണം എന്താണെന്നറിയോ വിജയനാഥ്? ഇതിനകത്ത് ഒരു വശത്ത് നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും സുഭിക്ഷതയും എല്ലാം, മറുവശത്ത് ഒന്നുമില്ലാതെന്ന് വേണം നിങ്ങൾ സമയം. ഇപ്പൊ നിങ്ങൾ എന്നെ തന്നെ നോക്കൂ. ഞാൻ 2006 VS അച്യുതാനന്ദന്റെ കൂടെ ഇന്ന് പോകുന്നു. ഇന്നിപ്പോ 2024, 18 വർഷം കഴിഞ്ഞു. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാക്കുന്നതിൽ തെറ്റില്ലാത്തൊരു പങ്ക് വഹിച്ച ഒരാളാണ് ഞാൻ. എന്റെ മുമ്പിലുള്ള 2 ഓപ്ഷൻ എന്താണ്? എന്റെ മുമ്പിലുള്ള 2 ഓപ്ഷൻ, ഒന്ന് ഈ ദുരിതങ്ങൾ മുഴുവൻ സഹിച്ചുകൊണ്ട് ഈ റോഡിൽ കൂടെ ഇറങ്ങി കിടന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക. മറുവശത്ത് പിണറായി വിജയൻ എടുത്ത് സഖാവെ ക്ഷമിക്കണം, ഒറ്റ വാക്ക് പറഞ്ഞാൽ ക്ഷമിക്കണം, എനിക്ക് തെറ്റ് പറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ എവിടെയാണ് ഇരിക്കാൻ പറ്റാത്തത്? അപ്പം ഇത് തമ്മിലുള്ളൊരു തുലനമുള്ളൊരു താരൻ. അപ്പൊ ഇതൊന്നും ഇല്ലാതെ റോഡിൽ കൂടെ നടക്കുന്നത് ദുരിതം മാത്രമേ ഉള്ളൂ നിങ്ങളുടെ. മറുവശത്ത്
നിങ്ങൾക്ക് നിന്നാൽ നിങ്ങൾക്ക് കിട്ടാൻ ഇനിയൊന്നുമില്ല, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കിട്ടും. അപ്പൊ സ്വാഭാവികമായും CPM-ന്റെ സ്റ്റേറ്റ് കമ്മിറ്റി ഇരുന്നു ഇതിനെതിരെ സമരം ചെയ്യുന്നവരൊന്നും ആരുണ്ടെന്ന് എനിക്ക് ആരുടെയും പേര് പറയാൻ പറ്റുന്നില്ല. അപ്പൊ പിന്നെ താഴോട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനകത്തൊരു പർജ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ആടിമുടി ഒരു മാറ്റം വരണം. ഇപ്പോൾ ഉള്ള ഒരു ഡൈക്കോട്ടമി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ മാറ്റം വരാനുള്ള സാധ്യത ഒരു വശത്ത് വളരെ കുറവ്, പക്ഷെ മറുവശത്തോ അത്യഭൂതപൂർവമായിട്ടുള്ള പിന്നെ എതിർപ്പ്. ഇപ്പൊ എം വി ഗോവിന്ദന് പോലും ഇത് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? പി ജയരാജന് ഇത് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അതിശക്തമായ എതിർപ്പ്. താഴെത്തട്ടിൽ വരികയാണ്. അപ്പൊ ഇതൊരു വലിയ പ്രതിസന്ധിയിലേക്കാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. താഴെത്തട്ടിൽ നിന്ന് അണികളുടെ വലിയ തോതിലുള്ള പ്രതിസന്ധി, താഴെത്തട്ടിൽ നിന്നുള്ള അണികളുടെ ഇളക്കം കൊണ്ട് പാർട്ടി പോളിറ്റ് ബ്യൂറോ തീരുമാനിച്ച സ്ഥാനാർത്ഥിയെ മാറ്റി വേറൊരു സ്ഥാനാർത്ഥിയെ വെക്കുന്നത് നമ്മൾ 2006 കണ്ടതാ, PS അച്യുതാനന്ദൻ. അതുകൊണ്ട് ഈ പാർട്ടിയുടെ അണികളുടെ ഒരു ഇച്ഛാശക്തിയെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷെ അവരങ്ങനെ വരുന്നു, മോളിൽ നിന്ന് ഇതിനെ അടിച്ചമർത്താം. അപ്പൊ ഇതിനകത്ത് ഒരു വലിയ തോതിലുള്ള ഒരു വലിയ പൊട്ടിത്തെറി പ്രതിസന്ധിയിലേക്ക് ഇത് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് ഈ വരാൻ പോകുന്ന സ്റ്റേറ്റ് കമ്മിറ്റിയിലും ഒക്കെ തന്നെ അതിന്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാവേണ്ടി വരും. അത്രയ്ക്ക് ഭീകരമായിട്ടുള്ള പിന്നെ സമ്മർദ്ദമാണ് താഴെത്തട്ടിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുള്ളതാണ് എനിക്ക് കിട്ടുന്നത്. ഇതിന്റെയൊക്കെ കാരണഭൂതൻ പിണറായി തന്നെയാണെന്നുള്ളതാണ്. പാർട്ടിയെ നശിപ്പിച്ചു, കേരളത്തിലെ ജനങ്ങളെയും വഞ്ചിച്ചു. അല്ല, അത് ഞാൻ പറയുന്നത് പല പാർട്ടികളിലും അങ്ങനെയാണല്ലോ. ഉദാഹരണത്തിന് ഇപ്പൊ 400 സീറ്റിൽ കൂടുതൽ കിട്ടുമായിരുന്നു എന്ന് പറയുന്ന ആ പാർട്ടി ഇപ്പൊ 240 പോയതിന് ഒരാളാണ് കാരണം എന്നാ പറയുന്നത്. ഞാൻ പറഞ്ഞ ലോക ചരിത്രത്തിലും അതങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞു, മനസ്സിലായി. പക്ഷെ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയന് മാറി നിൽക്കുന്നതിനും ചിന്തിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇതൊരു വലിയൊരു പടുകുഴിയിലേക്ക് തിക്കുമുട്ടലിലേക്കും വലിയ പ്രതിസന്ധിയിലേക്കും പോയിക്കൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങൾ നിർണായകമായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ പരാജയം എല്ലാ സമയത്തെയും പോലെ അങ്ങനെ തള്ളി തഴഞ്ഞു വിട്ടു പോകാൻ പറ്റുന്ന ഒരു പരാജയമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഞാൻ കഴിഞ്ഞു പറഞ്ഞ പോലെ അടിസ്ഥാന കോർ വോട്ട് ബാങ്ക് പിന്നെ BJP-യിലേക്ക് അലിഞ്ഞലിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം.